പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തലയ്ക്ക് മുകളിൽ കർത്താവ് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേരെന്താണെന്നറിയോ? റോമർ 8:28 എന്നാണ്. ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും വന്ന് വീഴുവാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. ചിലർ ചിന്തിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ആയത്, എൻ്റെ കുടുംബത്തിന് ഈ പരാജയമുണ്ടായത്, ഞങ്ങൾക്ക് ഈ കൊടിയ സകലം എന്തുകൊണ്ട് കർത്താവെ നീ അനുവദിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട കർത്താവെ? എൻ്റെ കുഞ്ഞ് മദ്യപാനത്തിലും മ്ലേച്ഛതയിലും എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബ ജീവിതം തകർന്നുപോയി. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത അവസ്ഥ വർഷങ്ങളായിട്ട്. പല മക്കളും തെറ്റായ ബന്ധങ്ങളിൽ പ്രണയക്കുരുക്കുകളിൽ പെട്ടിരിക്കുന്നു. കുടുംബം വേണ്ട, മാതാപിതാക്കൾ വേണ്ട, വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പല മക്കളും. കർത്താവേ, എന്തുകൊണ്ട് ഈ പരാജയം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട കർത്താവേ എന്ന് ചോദിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആ വചന ഉച്ചത്തിൽ ഒരുമിച്ച് വായിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ശ്രദ്ധിച്ച നിങ്ങളെ വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു. ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും വരുവാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളെ ഓർത്ത് വേദനിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്, വിഷാദത്തിലേക്ക് പോകരുത്. ഈ പ്രതിസന്ധികളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് കർത്താവിൻ്റെ വിശ്വസ്തത. ഓ ജീസസ്! ഈ പ്രതികൂലങ്ങളെ കൃപയായി മാറ്റുവാൻ കഴിയുന്നതാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മൾ അനുഭവിക്കുന്ന ഈ കണ്ണുനീര്, ഈ ദുഃഖ ദുരിതങ്ങള്, ഈ നൊമ്പരങ്ങളെ അഭിഷേകമാക്കി മാറ്റുവാൻ കഴിയുന്നവനത്രേ നമ്മുടെ കർത്താവായ യേശു. എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു, എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് തോന്നും, എന്താ ഇതിലെ നന്മ? എൻ്റെ കുടുംബത്തിൽ ദുരിതം മാത്രമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങളിൽ സങ്കടം മാത്രമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ധ്യാനങ്ങളിൽ പങ്കെടുത്തും വചനം വായിച്ചും കുദാശകൾ സ്വീകരിച്ച് ജീവിച്ചും ഈ തകർച്ചയും പ്രശ്നവും മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, അതിനെ അറുതി വരുത്താൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു സമയമുണ്ട്. നമുക്കായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മഹത്വപൂർണമായൊരു സമയം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറിയസ് ഡേ, ഗ്ലോറിയസ് ഡേ.